ഇവനാണെങ്കിൽ ഇവൻ്റെ റാബിറ്റ് മരിച്ചുപോയ കാര്യം ആലോചിച്ചിട്ട് അവൻ വളരെ ഇമോഷണലായിട്ട് ആ രാത്രി മഴയത്ത് ഇരുന്ന് കരയാണ്. ആ റാബിറ്റിന് ഇട്ട് കൊടുത്ത ഡ്രസ്സും ആ റാബിറ്റിൻ്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്ത മണിയും എല്ലാം പിടിച്ച് അവൻ ഇമോഷണലായിട്ട് ഒരു മഴയത്ത് രാത്രി കരയുന്നുണ്ട്. പുറത്തു നിന്ന് ഒരു മഴയത്ത് രാത്രി ഇരുന്ന് കരയുന്നുണ്ട് അവൻ. ആ റാബിറ്റ് അവന് ഒരുപാട് ഇഷ്ടമാണ്. കാരണം അവൻ്റെ ചേച്ചിമാരെ ഒരുപാട് സ്നേഹത്തിൽ അവന് പ്രസൻറ്റ് ചെയ്ത ഒരു ഗിഫ്റ്റാണ് ആ റാബിറ്റ്. അതുകൊണ്ട് തന്നെ ആ റാബിറ്റിൻ്റെ അടുത്ത് അവന് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. വീൽ ചെയറിലുള്ളവനാണെങ്കിൽ അവൻ്റെ നഷ്ടപ്പെട്ടു പോയ മകനാണെന്നും പറഞ്ഞ് വ്യാജാനെ ആ വീട്ടിൽ കയറി കൂടിയ ഒരാളാണ്. ഈ പയ്യനാണെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ മകന് പകരം അഡോപ്റ്റ് ചെയ്തെടുത്ത പയ്യനാണിത്. ആ വീൽ ചെയറിലുള്ള പയ്യൻ വന്നതിന് ശേഷം അവരാണ് ഒറിജിനലായിട്ടുള്ള അവൻ്റെ മകൻ, അവരുടെ ബ്രദർ എന്ന് കരുതിയിട്ട് ഇവനെ എല്ലാവരും അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വീൽ ചെയറിലുള്ള പയ്യനാണ് അതിനൊക്കെ കാരണം. അവനെതിരെ ഓരോ ആരോപണങ്ങളായിട്ട് ഇവൻ കൊണ്ടുവരുമായിരുന്നു. ഇവൻ ഈ വീട്ടിൽ വന്ന സമയത്ത് ഇവന് നടക്കാനൊക്കെ പറ്റുമായിരുന്നു. ആ സമയത്ത് ഇവൻ സ്റ്റെപ്പിൽ നിന്ന് വീണതായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പിൽ നിന്ന് ഇവനാണ് തള്ളിയിട്ടതെന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ കാരണമാണ് അവന് നടക്കാൻ പറ്റാതായി എന്നുള്ളൊരു സങ്കടത്തിലാണ് അവർക്കെല്ലാവർക്കും ഇവനോട് ദേഷ്യം വരുന്നത്. എന്നാലും അവൻ്റെ ചേച്ചിമാർക്ക് ഇപ്പോഴും അവരുടെ ഉള്ളിൽ ഇവൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടെങ്കിലും അവനെ ഇങ്ങനെ വീൽ ചെയറിലാക്കിയത് ഇവനാണെന്നുള്ളതിൻ്റെ ഒരു ദേഷ്യം ഇവരാരും കാണാതെ ആ വീൽ ചെയറിലുള്ളവനാണെങ്കിൽ ആ റാബിറ്റിനെ കൊന്നിട്ട് സൂപ്പ് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ ഇവൻ്റെ കൂടെ അടി ഉണ്ടാക്കുന്ന സമയത്ത് ഈ 3 സിസ്റ്റേഴ്സും അത് കാണുകയും ഇവനെ ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവൻ വളരെ ഇമോഷണലായിട്ട് ആ രാത്രി മഴയത്ത് അവിടെ നിന്ന് കരയുന്നതും അവൻ്റെ ബോധം പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് കരഞ്ഞിട്ടും അതുപോലെ മഴയൊക്കെ നനഞ്ഞത് കൊണ്ടും അവൻ്റെ ബോധം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം അവനൊരു ആസ്മ പേഷ്യൻ്റാണ്. അതുകൊണ്ടാണ് അവൻ ഒരുപാട് മഴയൊക്കെ നനഞ്ഞ് തണുപ്പ് കൊണ്ടപ്പോൾ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അവൻ്റെ ചേച്ചിമാരെല്ലാവരും കൂടെ ഓടി അവൻ്റെ അടുത്ത് വരികയും അവനെ റൂമിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. റൂമിൽ കൊണ്ടുപോയി അവനെ റെസ്റ്റ് എടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയിൽ ആ വീൽ ചെയറിലുള്ള പയ്യനാണെങ്കിൽ കണ്ണ് കണ്ടുകൂടാത്ത ഇവൻ്റെ ഏറ്റവും വലിയ സഹോദരിയെ തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തള്ളിയിട്ടിട്ട് ഈ അഡോപ്റ്റ് ചെയ്ത ആ ബ്രദറാണ് ഇവളെ തള്ളിയിട്ടത് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കണ്ണ് കണ്ടുകൂടാത്തത് കൊണ്ട് തന്നെ ആരാണ് തള്ളിയിട്ടത് എന്നുള്ളത് മനസ്സിലാവുന്നില്ലായിരുന്നു. അവരെ കൂടെ അവനെ ഒറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവന് വളരെ ഇമോഷണലാവുകയും അവന് പെട്ടെന്ന് ആസ്മ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അവൻ ആസ്മ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഇൻഹേലർ യൂസ് ചെയ്യുമ്പോൾ അവൻ്റെ രണ്ടാമത്തെ ചേച്ചി അവനെ വഴക്ക് പറയുന്നുണ്ട്. നീ ഫേക്ക് ചെയ്യാണ്, ഇത് നിൻ്റെ അസുഖം ഫേക്കാണെന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ നിന്ന് തള്ളിയിടുന്നുണ്ട്. അപ്പോഴാണ് ഇവൻ ആലോചിക്കുന്നത് ഇവൻ എങ്ങനെയാണ് ഈ ആസ്മ ഉണ്ടായതെന്ന്. ഇവനിപ്പോൾ തള്ളിയിട്ട ഇവൻ്റെ രണ്ടാമത്തെ ചേച്ചി ഒരു തീപിടുത്തത്തിൽ അകപ്പെട്ട് പോകുമ്പോൾ ഇവനാണ് വന്ന് രക്ഷിക്കുന്ന സമയത്ത് ഇവൻ ഒരുപാട് പുക ബ്രീത്ത് ചെയ്ത് ഉള്ളിലോട്ട് പോയി അവൻ്റെ ലങ്സിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് അവന് ആസ്മ ഉണ്ടായത്. ആ ചേച്ചി തന്നെ ഇത് കള്ളമാണെന്ന് പറഞ്ഞ് അവനെ തള്ളിയിടുന്നത് ആലോചിച്ച് അവൻ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൻ എങ്ങനെയൊക്കെ അവൻ്റെ മെഡിസിൻ യൂസ് ചെയ്തിട്ട് അവൻ്റെ ആസ്മ അറ്റാക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ആസ്മ ജെന്യൂനാണെന്ന് തോന്നുമ്പോൾ ഇവരെല്ലാവരും കൂടെ അവൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കപ്പോഴത്തേക്കും ആ വീൽ ചെയറിലുള്ളവനാണെങ്കിൽ അടുത്തൊരു ആക്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാണ്. അവൻ്റെ അടുത്ത് മാപ്പ് പറയാനെന്നുള്ള വ്യാജേന അടുത്ത് പോയതിന് ശേഷം ഇവനാണെങ്കിൽ അവൻ്റെ കൈ കൊണ്ട് തന്നെ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഫോർക്ക് എടുത്ത് അവൻ്റെ കൈ പിടിപ്പിച്ച് സ്വയം കുത്തി ഏൽപ്പിക്കുന്നുണ്ട്. കാരണം അവനെ കുത്തിയതെന്ന് ഇവരെല്ലാവരും തെറ്റിദ്ധരിച്ച് അവൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ദേഷ്യപ്പെടുന്നുണ്ട്. ദേഷ്യത്തിൽ അവൻ്റെ അച്ഛൻ പറയാണ്, നീ ഇവൻ്റെ അടുത്ത് ഇപ്പോൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ച് ഇറങ്ങി പോകണമെന്ന് പറയാണ്. മാപ്പ് പറയാതെ ഇവരുടെ അടുത്ത് എല്ലാവരുടെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.